ഹേ ബഡീസ്, വെൽക്കം ടു മൂവി മലയാളി. നമ്മൾ ഇന്ന് ഗസ് ഹൂ ഐ ആം എന്ന സീരീസിന്റെ എപ്പിസോഡ് 12 കാണാൻ പോകുന്നത്. അമ്മയ്ക്ക് ക്രിട്ടിക്കലാണെന്ന വാർത്ത കേട്ടിട്ടാണ് സോങ് ആ കല്യാണത്തിനിടയിൽ നിന്നും ഓടിപ്പോയത്. അവൾക്കാണെങ്കിലോ അമ്മയെ അടുത്ത് കാണാൻ പോലും കഴിഞ്ഞില്ല. ജി അപ്പോഴത്തേക്കും വരുന്നുണ്ട്. ഡോക്ടർ എന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി നോക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല എന്നും അവളോട് പറയുകയാണ്. ഇത് കേട്ട ജി ആണെങ്കിൽ അവൾക്ക് വേണ്ടി തന്നെ ഒരു പ്രൊഫസറെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇതറിഞ്ഞ് ജിയാങ്കാകട്ടെ, നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇത് നിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കാരണമാകും, അതുകൊണ്ട് തന്നെ പ്രൊഫസറെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജി അതൊന്നും കേൾക്കുന്നില്ല. അവൻ ഇപ്പോൾ അവളുടെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അങ്ങനെ അവൻ പ്രൊഫസറെ അവിടുന്ന് ഹെലികോപ്റ്ററിലാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ സർജറിക്ക് വേണ്ടി അവർ റെഡിയാകുന്നു. സോങ് ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇത് കണ്ട് ജിയാകട്ടെ, നീ ഇങ്ങനെ ഷെയർ ചെയ്യ, നിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഒന്ന് പൊട്ടിയെങ്കിലും കരയാൻ ശ്രമിക്കുക, നീ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നു. പിന്നീട് അവളാണെങ്കിൽ അവളുടെ ഫ്ലാഷ് ബാക്ക് ആണ് പറയുന്നത്. ഒരു ദിവസം ഇങ്ങനെ വീട്ടിലിരുന്ന് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വരികയാണ്. അതിൽ ആ വിളിച്ച സ്ത്രീ പറയുന്നത്, ഇങ്ങനെ നിന്റെ അമ്മ ആക്സിഡന്റ് ആയി, അച്ഛനോ അല്ലെങ്കിൽ മുതിർന്ന ആരെങ്കിലും ഉണ്ടോ ചോദിക്കുമ്പോൾ അവൾ ഇല്ല എന്നാണ് പറയുന്നത്. ആകെ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെ അവൾ അതിൽ നിന്നും പിന്നീട് വളർത്തിയൊക്കെ വലുതാക്കുന്നതൊക്കെ നമ്മുടെ കണ്ണാടി ചെറുക്കൻ്റെ അമ്മയാണ്. അതായത് അവളുടെ അമ്മയും കണ്ണാടി ചെറുക്കൻ്റെ അമ്മയും നല്ല സുഹൃത്തുക്കളാണ്. അങ്ങനെയാണ് അവനായിട്ടുള്ള ആ ഒരു കൂട്ടും ഒക്കെ വരുന്നത്. പിന്നീടാണെങ്കിൽ ആ ആക്സിഡന്റ് നടത്തിയ ആളെയാണെങ്കിൽ അവർ ക്ലോസ് ചെയ്യുകയായിരുന്നു കേസ്, കാരണം പുള്ളിക്കാരൻ കുടിച്ചിരുന്നതിന്. അങ്ങനെ അവളെല്ലാം അവനോട് തുറന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത് അങ്ങ് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ നമ്മുടെ ജി പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവും നിന്റെ സിറ്റുവേഷൻ, ഞാൻ എപ്പോഴും തന്നെ നിന്റെ കൂടെ ഉണ്ടാകുന്നു. ആ സമയത്ത് തന്നെ പ്രൊഫസർ വരികയാണ്. ഓപ്പറേഷനൊക്കെ സക്സസ്ഫുൾ ആയിട്ടാണ് നടന്നിരിക്കുന്നത്. പക്ഷേ അമ്മയ്ക്കാണെങ്കിൽ ഇതുവരെ ബോധം വന്നിട്ടില്ല. അത് വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളെന്ന്. പിന്നീട് കാണുന്നത് പ്രൊഫസറും ജിയും കൂടി സംസാരിക്കുന്നതാണ്. നീ എന്താ അങ്ങോട്ട് വരാത്തത്, ഇവിടെ എന്താ നിനക്ക് പരിപാടി എന്നൊക്കെ പ്രൊഫസർ ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും വിട്ടങ്ങ് ജി പറയുന്നില്ല. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കൺട്രിയിലോട്ട് വരാമെന്ന് മാത്രം പറഞ്ഞ് പ്രൊഫസറെ പറഞ്ഞയക്കുന്നു. ആ സമയത്ത് തന്നെ സി അങ്ങോട്ട് വന്നിട്ട് സോങ്ങിന്റെ അമ്മയുടെ റിപ്പോർട്ടൊക്കെ ജീനെ കാണിക്കുകയാണ്. അവൻ ഇങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം അവന്റെ കണ്ണിൽപ്പെടുന്നത്. എന്തെന്നോ, അവന്റെ ആണെങ്കിൽ ആ ഫയർ ആക്സിഡന്റ് നടന്ന ആ സമയത്ത് തന്നെയാണ് അമ്മയ്ക്ക് ആ കാർ ആക്സിഡന്റും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത് തമ്മിൽ എന്തോ ബന്ധമുണ്ട്, കോയിൻസിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ ആരെ അത് ചെയ്തെന്നോ അവർക്ക് ഡൗട്ട് ആകുന്നു. പിന്നെ വീട്ടിലത്തെ സോങ് ആണെങ്കിൽ കുളിച്ചൊക്കെ കഴിഞ്ഞ് ഫോൺ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴാണ് ഇന്നലെ നടന്ന സംഭവത്തെ കുറിച്ചുള്ള ബഹളം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തിക്കേറുകയാണെന്ന്. കാരണം എന്താണെന്നറിയാം, ഇവളിങ്ങനെ ഓടിയത് പലരും പലതായിട്ടാണ് പറയുന്നത്. അതുമല്ല, കമ്പനിക്ക് കുറേ നഷ്ടങ്ങളും ഒക്കെ വന്നു, എല്ലാം ഇവൾ കാരണമാകുന്നൊരു കുറ്റബോധം അവൾക്കുണ്ടായി. ഇതേ സമയത്ത് തന്നെ ജി ആണെങ്കിൽ ഓഫീസിലായിരിക്കും. അവിടെയാണെങ്കിലും ചെയർമാനും അങ്കിളും കൂടി അവനെ ഇട്ട് പൊരിക്കുകയാണ്. നീ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്, അതിനായിട്ട് എക്സ്പ്ലനേഷൻ നീ തന്നെ തരണമെന്ന് പറയുന്നു. ഈ സമയത്ത് തന്നെ ജി ആണെങ്കിൽ ഒരു ട്രിക്ക് പ്രയോഗിക്കുന്നുണ്ട്. നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ ഒരു കമ്പനിയായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്. ആ കമ്പനിയായിട്ട് കോൺട്രാക്ട് ജി കൊണ്ടുവരികയാണെങ്കിൽ തന്നെ ബോർഡ് അംഗങ്ങളിൽ ഒരാളാക്കണമെന്ന് പറയുന്നു. ഇങ്ങനെ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞോളാമെന്നും അവൻ പറയുന്നു. ആ ഒരു തീരുമാനത്തിലാണെങ്കിൽ ചെയർമാൻ അത് സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് സോങ് ആണെങ്കിൽ ഇങ്ങനെ ലൈവ് പോവാൻ തീരുമാനിക്കുന്നതാണ്. അവൾ എന്നിട്ട് ഇങ്ങനെ ആൾക്കാരോട് പറയുന്നുണ്ട്, എനിക്ക് ഇന്നലെ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഹോസ്പിറ്റലിലോട്ട് പോയത് കൊണ്ടാണ് ഇങ്ങനെ അത് മുടങ്ങിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ ഭയങ്കര ബാഡായിട്ടുള്ള കമൻ്റാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇവള് കുറേയൊക്കെ അത് മൈൻഡാക്കാതെ പിന്നെയും പറയുന്നുണ്ട്. പിന്നെ ഒട്ടും സഹിക്കാൻ പറ്റാതെ അവളങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ചൂടാകുകയാണ്. ഉള്ള കാര്യമാണ് അവൾ പറയുന്നത്. എന്നിട്ടാണെങ്കിലും ഈ സമയത്ത് ഇത് നമ്മുടെ ജി ആണെങ്കിൽ താഴെ ഇരുന്ന് കേൾക്കുന്നുണ്ടാകും. അവൻ അപ്പം തന്നെ അവളുടെ റൂമിലോട്ട് വരികയാണ്. അപ്പോഴത്തേക്ക് ഇവളിങ്ങനെ പറയുന്നുണ്ട്, എനിക്കിവൻ ഭയങ്കര കെയറിങ് ആണ് തരുന്നത്, നിങ്ങൾക്ക് അറിയില്ല അതൊന്നും. എനിക്ക് എന്ത് ഗുഡായിട്ടുള്ള ബാഡായിട്ടുള്ള എന്തൊരു സിറ്റുവേഷൻ വന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരാളെ കുറിച്ചാണ് നിങ്ങൾ ഇത്രയും ബാഡായിട്ട് പറയുന്നത്, ഇങ്ങനെയൊന്നും പറയരുത്, എൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്, അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളങ്ങ് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവനെ കുറിച്ച് ഇങ്ങനെ നമ്മുടെ സോങ് പറയുന്നത് കേട്ട് ഇവന് ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് ഇവനിങ്ങനെ വരികയാണ്. അപ്പോഴത്തേക്കുള്ള ഓടിപ്പോയിട്ട് നമ്മുടെ ലൈവ് ഓഫ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇവള് വിചാരിച്ചത് ഓഫായിരുന്നു, പക്ഷെ അത് ഓണായിട്ട് തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് ഇവൻ ഇങ്ങനെ ഇന്നലെ ഇടാൻ പറ്റാത്ത റിങ് ആണെങ്കിൽ അവൾക്ക് ഇന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മുടെ ജി ആണെങ്കിൽ അവളങ്ങനെ കിസ് ചെയ്യാൻ വേണ്ടി വരികയാണ്. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ലൈവില് നമ്മുടെ അനിയൻകുട്ടനെ ഇത് കാണുന്നുണ്ട്. അവനാണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല. നീ എന്തിനു വേണ്ടിയിട്ടാ സോങ് ഇതൊക്കെ ചെയ്യുന്നത്, എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പോലും പറ്റുന്നില്ല,
നീ ഇപ്പോൾ കണ്ണ് ചിമ്മുവാണെങ്കിൽ നിനക്കിതിന് താല്പര്യമില്ലാന്ന് എനിക്ക് മനസ്സിലാവുമെന്ന് പറയുമ്പോൾ തന്നെ അവൾ കണ്ണ് ചിമ്മാണ്. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു എനിക്കിത് ഇഷ്ടമല്ല, ഞാൻ നിന്നെ രക്ഷിക്കാനുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ കിടന്ന് തുള്ളുകയാണ്. അതേസമയം നമ്മുടെ ജിങ്കി ആണെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവളിങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇത് കാണുന്നത്. ഈ സീൻ വന്നത് അവളാണെങ്കിൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് അത് ഭയങ്കര സ്പീഡാക്കിയിട്ട് വർക്കൗട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ പെണ്ണാണെങ്കിലോ ആ സമയത്ത് ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക്കായി വരുന്നുണ്ടെങ്കിലും അവളുടെ ഫോണിലാണെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന ആ സൗണ്ട് കേട്ട് അവൾ അതിൽ നിന്ന് വന്ന് നോക്കുമ്പോൾ എന്നാ ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാണുന്നത്. അവൾ അപ്പം തന്നെ പോയി ഓഫ് ചെയ്ത് വെക്കുന്നു. പിന്നീട് 2 പേരും ഇരുന്നിട്ട് സോഷ്യൽ മീഡിയയിലെ കമൻസ് ഒക്കെ നോക്കുകയാണ്. ഇപ്പോഴെല്ലാം വരുന്നത് നല്ല അവർ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫാൻസിൻ്റെ കമൻ്റ് ഒക്കെ കേട്ടോ. അപ്പോൾ അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. എത്ര പെട്ടെന്നല്ല ഈ ഫാൻസിൻ്റെ സ്വഭാവമൊക്കെ മാറുന്നത്. അതുപോലെ തന്നെ നിങ്ങളും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ കുറയുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ എനിക്ക് പിന്നീട് വീഡിയോ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്കും കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യേണ്ടതാണ്. അങ്ങനെ സോങ്ങിന്റെ ഫോണിലോട്ടാണെങ്കിൽ ജിങ്കിയുടെ മെസ്സേജ് വരികയാണ്, ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട്, ഇവൾക്കാണെങ്കിൽ എപ്പോഴും എൻ്റെ പുറകെ തന്നെ നടക്കാനാണല്ലോ ടൈം, ഇനി അടുത്ത് എന്തിനാണാവോ, എന്തായാലും നീയും കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് ജീനെ വിളിച്ചിട്ട് പോവുകയാണ്. അടുത്ത സീനിലായി നമ്മൾ കാണുന്നത് സോങ് ആണെങ്കിൽ ഒരു കോഫി ഹൗസിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ജീനെ കാണുന്നുണ്ട് എവിടെയെങ്കിലും? അവനിങ്ങനെ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തലയൊക്കെ മൂടി അവളുടെ അപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. എന്നിട്ട് ജിങ്കി വരുമ്പോഴോ അവളിങ്ങനെ ഭയങ്കരമായിട്ട് എന്നും പറയണം, പുരാണം തന്നെയാണ് പറയുന്നത്. നീ മര്യാദയ്ക്ക് ജീനെ വിട്ടിട്ട് പൊക്കോ, നിന്റെ ഇല്ലേ വെളച്ചിലൊന്നും ഇവിടെ നടക്കത്തില്ല, ഇത് 5 മില്യൺ ഉണ്ട്, ഈ പൈസ എടുത്തോണ്ട് പൊക്കോളണം, പിന്നെ തിരിച്ചു പോലും വന്നേക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ പെണ്ണ് വെറുതെ ഇരിക്കുമോ? അവൾ ആറ്റിറ്റ്യൂഡിൽ ഒരു ചെക്ക് എടുത്ത് അതിൽ ഇവളെക്കാളും ഇരട്ടി തുക എടുത്തിട്ട് പറയാണ്, ഇത് 10 മില്യൺ ഉണ്ട്, നീ വേണമെങ്കിൽ ഇതും എടുത്തിട്ട് സ്ഥലം വിട്ടോ, പക്ഷെ എൻ്റെ ഭർത്താവിനെ നിനക്ക് കിട്ടത്തില്ല. പിന്നെ അവനാണെങ്കിൽ എന്നെക്കുറിച്ച് എല്ലാം അറിയാം, അതുകൊണ്ട് തന്നെ നീ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ പിരിയത്തേ ഇല്ല എന്നും പറയുന്നു. ഇത് കേട്ട് നമ്മുടെ ജിങ്കിയാണെങ്കിൽ ദേഷ്യത്തോടെ എണീറ്റ് പോവുകയാണ്. അവൾ പോയത് അവളിങ്ങനെ നെഞ്ചത്ത് കൈവെക്കുകയാണ്. ദൈവമേ, അവൾ ഈ ചെക്ക് എടുത്തിട്ട് പോയില്ലല്ലോ എന്ന്. കാരണം എന്താ, അതാണെങ്കിൽ നമ്മുടെ ജിയുടെ ചെക്കാണ്. ഇവളത് എടുത്തിരുന്നെങ്കിൽ കാശ് കൊടുക്കാൻ പോലും നമ്മുടെ സോങ്ങിൻ്റെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ നമ്മൾ കാണുന്ന ഷെന്നാണെങ്കിൽ വേസ്റ്റ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആടി തൂക്കി വരുന്നതാണ്. അപ്പോൾ ദേണ്ട നോക്കുമ്പോഴത്തേക്ക് തന്നെ അവളുടെ ആണെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടല്ലോ, അയാൾ ദേ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല, അവളിങ്ങനെ ഐസ് പോലെ നിൽക്കുകയാണ്. അപ്പോൾ അയാളാണെങ്കിൽ ഗിറ്റാറൊക്കെ എടുത്ത് അവളുടെ മുമ്പിൽ വന്നിട്ട് പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ അവളിങ്ങനെ ആസ്വദിച്ച് അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആനിയൻകുട്ടൻ വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ആനിയൻകുട്ടൻ്റെ വേലയാണ് ഇതെല്ലാം എന്ന്. കാരണം എന്താ, ഇവനൊരു ലക്ഷ്യമുണ്ട്. ഇവരെ വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ സോങ്ങിനെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവന്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന്. അതിനു വേണ്ടിയിട്ടാണ് ഇവൻ ഇത്രയും റിസ്ക് എടുക്കുന്നത്. ഇതെല്ലാം ചെയ്തത് അനിയൻകുട്ടനാണെന്ന് അറിയുമ്പോഴത്തേക്കും നമ്മുടെ ഷെന്നിനാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്തു തരാം, എന്ത് ഹെൽപ്പ് വേണേലും എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാം. അനിയൻകുട്ടന് ഇത് തന്നെയാണല്ലോ വേണ്ടതും. പിന്നീട് നമ്മുടെ കണ്ണാടി ചെറുക്കൻ എഴുന്നേൽക്കുമ്പോൾ അതാ അവൻ്റെ ടേബിളിൽ മൊത്തം പുതിയ ഓരോ സിസ്റ്റം ഒക്കെ. അപ്പോഴത്തേക്കും അവൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആവാണ്. അപ്പോൾ നമ്മുടെ അനിയൻകുട്ടൻ വന്ന് പറയേണ്ടത് ഇതൊക്കെ നിനക്ക് തന്നെയാന്ന്. അപ്പോൾ അവർ 2 പേർക്കും ഒന്നും അറിയുന്നില്ല. അവരാണെങ്കിൽ അവരുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കൈ കിട്ടിയതുകൊണ്ട് ഇങ്ങനെ മറന്നിരിക്കുകയാണ്. എന്നിട്ട് 2 പേരോടും കൂടിയായിട്ട് പറയുകയാണ്, സോങ്ങിനെയാണെങ്കിൽ ജിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കണം. അവനാണെങ്കിൽ അവളെ ചതിക്കുകയാണ്. അവൾക്കത് അറിയാത്തതുകൊണ്ട് അവൾ ഇങ്ങനെ അതും വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷെൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നല്ലല്ലോ അവൾ പറഞ്ഞത്, അവൾ ഓക്കെ എന്നൊക്കെയാണല്ലോ, പക്ഷെ ഇതാണെങ്കിൽ അവൻ സമ്മതിച്ചോലും കൊടുക്കുന്നില്ല. അതൊക്കെ നിങ്ങളല്ലേ വിചാരിക്കുന്നത്, പക്ഷെ എനിക്കറിയാം അവൾ അതിലൊട്ടും ഓക്കെ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി പറയുന്നത് നിങ്ങളിനി അനുസരിക്കണമെന്ന്. അപ്പോൾ അവർ തയ്യാറാവില്ല എന്ന് പറയുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഞാൻ ഈ സാധനമൊക്കെ എടുത്തോണ്ട് പോകുന്നൊക്കെ. പക്ഷെ അത് കൊടുക്കാനും പറ്റത്തില്ല, ഇവളൊന്നും ചെയ്യാനും പറ്റത്തില്ല. 2 കെട്ട അവസ്ഥയായിപ്പോയി. അങ്ങനെ പിന്നെ ലാസ്റ്റ് ആണ് ഇവർ അതിന് ഓക്കെ പറയുകയാണ്. ഇതൊന്നും അറിയാതെ നമ്മുടെ സോങ് അവിടെ ഇരിക്കുകയാണ്. അവളിങ്ങനെ അവളുടെ അമ്മയുടെ കൂടെ ഇരിക്കുമായിരിക്കും. അപ്പം അവിടുത്തെ നേഴ്സ് വന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ ഭർത്താവ് ഒരു ഏഞ്ചലാണ്, എന്ത് ഹാൻഡ്സുമാണ്, നിന്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും വന്ന് തിരക്കുന്നുണ്ട്, നിന്റെ ഭാഗ്യമാണ് അവൻ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഇതായിട്ട് നമ്മുടെ പെണ്ണാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുകയാണ്. എന്നിട്ട് അവളാണെങ്കിൽ ഒരു ഇലക്ട്രിക് സ്റ്റവ് ഓർഡർ ചെയ്യുകയാണ്. കാരണം ഇവന് തീ പേടിയായതുകൊണ്ടാണ് ഇവള് ഇത് തന്നെ ഓർഡർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാണുന്നതോ സോങ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് കിച്ചണിൽ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജി വരുമ്പോഴതാ അടുക്കളയിൽ നിന്ന്
സോങ്ങയൊക്കെ വരും. അവൻ ഓടിച്ചെന്ന് ഫയർ അണയ്ക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയും പേടിക്കൊന്നും വേണ്ട, ഇത് ഇലക്ട്രിക് സ്റ്റവ് ആണ്, നമ്മൾ കുറേ നാളായില്ലേ ഇതുപോലെയൊക്കെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിച്ചിട്ട്, ഇനി മുതൽ ഇങ്ങനെ നമുക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സ്പേർട്ടിനെ പോലെ അവൾ ഇങ്ങനെ കുക്ക് ചെയ്യണം. അപ്പം ഇവൻ നോക്കുമ്പോൾ തന്നെ അതിങ്ങനെ കരിഞ്ഞ് ഭയങ്കരമായിട്ടൊരു കോലായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇവളുടെ കൈ പൊള്ളും. എന്നിട്ട് ഇവൻ ഇങ്ങനെ മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് സോങ്ങിന്. അത് കഴിഞ്ഞിട്ട് പറയും ഞാൻ ഇനി കുക്ക് ചെയ്തോളാം, നീ ഇങ്ങനെ നോക്കി നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്യും. ഇവളാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കില്ല കേട്ടോ, കാരണം ഇവൻ ഇത്രയും ഭയങ്കരമായിട്ട് ഒരു ടാലൻ്റ് ഉണ്ടെന്ന്, അതും കുക്ക് ചെയ്യുന്നതിൽ. അങ്ങനെ അതൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പെണ്ണ് ഇങ്ങനെ ടേബിളിൽ അതൊക്കെ കൊണ്ട് വെക്കുമായിരിക്കും. അവനത് ഫോട്ടോ എടുത്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന പോലെ ഇടുകയാണ്. ഇവിടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് വേറൊരു 3 പേര് അവിടെ കപ്പ് നൂഡിൽസും കഴിച്ചിരിക്കുന്നത്. നമ്മുടെ ഷെന്നും അനിയും കുട്ടനും രണ്ടുപേരുമാണെങ്കിലോ തിന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അനിയും കുട്ടനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല ഇതുപോലത്തെ കഴിക്കാൻ, കാരണം അവൻ കുറച്ച് റിച്ച് ആണല്ലോ. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്നോർത്ത് അവൻ ഒരു സ്പൂൺ എടുത്ത് കഴിക്കുന്നുണ്ട്. ഓഹ്, അവൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ, അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്. എന്നിട്ട് മാക്കാന്ന് പറഞ്ഞിട്ട് 3 എണ്ണം കൂടെ തിന്നുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ ആ നൂഡിൽസ് ഒക്കെ പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുകയാണ്, ഒരു എക്സ്പീരിയൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് നമ്മുടെ ജി അപ്ലോഡ് ചെയ്ത ആ ഒരു ഫോട്ടോ അവൻ കാണുന്നത്. അപ്പോൾ അവൻ ഇങ്ങനെ പറയുന്നുണ്ട്, കണ്ടോ നമ്മുടെ പ്രിൻസസ് ആണെങ്കിൽ ഇങ്ങനെ അവനെ കുക്ക് ചെയ്ത് കൊടുക്കുകയാണ്, എന്ത് കഷ്ടമാണെന്ന് നോക്ക്, നമ്മളിങ്ങനെ കപ്പ് നൂഡിൽസ് ഒക്കെ കഴിച്ചിരിക്കുക, അവളെ കണ്ടോ, അവളുടെ അവസ്ഥ ഉണ്ട്, നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് രക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ്. എന്തായാലും ഇവൻ്റെ കാര്യം, എൻ്റെ പൊന്നു. പിന്നെയാണെങ്കിൽ ഇവർ 2 പേരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എത്ര നേരത്തെ കഷ്ടപ്പാടാണല്ലേ. അപ്പോഴേക്കും ഷെന്ന് വിളിക്കുകയാണ് സോങ്ങിനെ. അപ്പോഴത്തേക്കും അവൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവള് ഭയങ്കരമായിട്ട് കരയാണ്, ഒന്നും അങ്ങ് പറയുന്നില്ല. നമ്മുടെ സോങ്ങാണെങ്കിൽ പേടിച്ച് അവിടുന്ന് പോകുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോഴോ ഷെന്നും കണ്ണാടി ചെറുക്കനും കൂടി വെള്ളം ലീക്കായിട്ട് ടേബിളിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. ഈ ഒരു കാര്യത്തിനാണ് നിങ്ങൾ എന്നെ അവിടെ നിന്ന് വിളിച്ചു വരുത്തിയത്, ഞാൻ വിചാരിച്ചു നിങ്ങളെ ആരെങ്കിലും കൊല്ലാൻ പോവായിരുന്നു എന്ന്, കഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആരെങ്കിലും പ്ലംബറെയൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ തിരിയുമ്പോഴാണ് അനിയൻകുട്ടനെ കാണുന്നത്. അനിയൻകുട്ടൻ ഇങ്ങനെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കിയാണ്. അപ്പത്തേക്കും ദേണ്ട അവളുടെ പുറകിൽ ജി വരുന്നു. ഇവര് 3 പേരും ഞെട്ടുകയാണ്, കാരണം ജീൻ അവരൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നിട്ട് കണ്ണാടി ചെറുക്കനും ഷെന്നും കൂടി സോങ്ങിനെ അപ്പം തന്നെ മുകളിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ജി ആണെങ്കിൽ ഇങ്ങനെ ചോദിക്കുകയാണ്, ഓഹോ ഇതൊക്കെ അപ്പം നിന്റെ പരിപാടിയായിരുന്നു അല്ലേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ, മേലെ അവളുടെ പുറകെ നടക്കരുതെന്ന് പറഞ്ഞതല്ലേ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാന്ന് പറഞ്ഞിട്ട് റിങ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് മറുപടിയായിട്ട് അനിയൻകുട്ടൻ പറയുന്നുണ്ട് അത് വെറും ഒരു കോൺട്രാക്ട് മാരേജ് അല്ലേന്ന്. അങ്ങനെ 2 പേരെയും കാണിച്ചാണ് ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നത്. ഇനി അടുത്തത് എന്തൊക്കെ നടക്കാൻ പോകുന്നു എന്ന് നമുക്ക് കണ്ടറിയാം. നിങ്ങൾക്ക് ഇതുപോലത്തെ ഡ്രാമയുടെയും മൂവീസിന്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. എല്ലാ കൂട്ടുകാരും നല്ല സപ്പോർട്ട് നമുക്ക് തരണം. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.